ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡിസംബർ 26 ഡാഡിയുടെ ബർത്ത്ഡേയുടെ ദിവസം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, കണ്ടമാനം കുട്ടികൾ. അപ്പോൾ എനിക്ക് ബർത്ത്ഡേയുടെ വ്ളോഗായിട്ട് എനിക്ക് എടുക്കാനായിട്ട് വീഡിയോസ് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്ന് രാത്രിയിലാണ് നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ട് ഡിംപിളില്ലാത്ത കാരണം വളരെ വെറുതെ ആ ചടങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തത്. പക്ഷേ ഇന്നലെ ഞാനത് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ 2 ഫോണിലും പിന്നെ യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇന്ന് കമൻസ് ടേൺഡ് ഓഫ് ആയിരുന്നു തോന്നുന്നുണ്ട്, കുട്ടികളുടെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്ന കാരണം. പക്ഷേ ഇന്നലത്തെ വീഡിയോസിലും എല്ലാത്തിലും വന്ന് നിറച്ച് കുട്ടികൾ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് അയച്ചു, ഫോട്ടോസ് അയച്ചു. അതിൽ എടുത്ത് പറയേണ്ടത് ആൻ എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട്, ഞാൻ അന്നക്കുട്ടീന്നാണ് വിളിക്കുക. അവൾ ഇന്നലെ 12 ആവാൻ 1 മിനിറ്റ് ഉള്ളപ്പോൾ എനിക്ക് വീഡിയോ അയച്ചെന്ന്. കാരണം ആ മോളുടെ പപ്പയുടെ പേരും ടോണി എന്നാണ്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര മനസ്സോട് ഭയങ്കര ഇഷ്ടമായിട്ട് നിൽക്കുന്ന ഒരു മോളാണ്. അപ്പോൾ അന്നക്കുട്ടിയുടെ മെസ്സേജാണ് ഫസ്റ്റ് വന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, എൻ്റെ മോളെ എങ്ങനെ ഇത് ഓർത്തിരുന്നേ ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പപ്പയുടെ പേരാണ്, എൻ്റെ പപ്പയുടെ പപ്പ ഇപ്പം ഇല്ല, അവൾക്ക് സ്ഥാനത്ത് കാണുന്ന ആളാണ്, ഞാൻ മറക്കില്ല ആൻറ്റി എന്ന് പറഞ്ഞിട്ട് എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാറ്റസിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റു. ഇന്ന് പൂരിയും മസാലയായിരുന്നു. അപ്പോൾ പൂരി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചപ്പാത്തിയുടെ ബാക്കി വന്നത് കട്ട് ചെയ്തിട്ട് പൂരി ഉണ്ടാക്കിയതും മസാലയും നമ്മുടെ പാറുവിൻ്റെ വകയായിരുന്നു, ചായയും. അപ്പം ഞങ്ങൾ എണീറ്റ് വന്ന വഴിക്ക് നേരെ അത് കഴിക്കേണ്ടായത്, കാരണം ഒക്കെ ലേറ്റായി, കുറച്ച് എണീക്കാനായിട്ട് ലേറ്റായി. അപ്പോൾ എണീറ്റ് വഴിക്ക് അതാ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചാക്കോച്ചൻ്റെ കിടന്ന് ഉറങ്ങണു, സുഖമായിട്ട് കിടക്കണു. തോമുട്ടൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പതിവുപടി ബിസിനസ്സിൻ്റെ ആവശ്യത്തിനിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു നാരങ്ങ വെള്ളം കുടിക്കും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആ സമയത്ത് കാര്യങ്ങളൊക്കെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് റുട്ടീൻ പാറുവിന് മനസ്സിലായി. അപ്പോൾ എപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കുട്ടി കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയേണ്ടി വരുന്നില്ല. ഇതിപ്പോൾ ഹാൻഡ് ചെയിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും 10 മണി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 10 മണി തൊട്ട് ശരിക്കും 1-1:30 വരെ ഇതിൻ്റെ മുമ്പിൽ എനിക്ക് ഇരിക്കേണ്ടി വരും. കാരണം വരുന്ന ഓർഡേഴ്സൊക്കെ എനിക്ക് അന്നാന്ന് അയച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവും. ഞാൻ ഓർഡർ തന്ന് ആ പിറ്റേന്ന് അടുത്ത സെക്കൻഡ് ഞാനത് പാർസൽ ചെയ്ത് എനിക്ക് അയച്ചില്ലെങ്കിൽ ഭയങ്കര സങ്കടം. 2 മണിക്കാണ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഒറ്റ ശ്വാസത്തിലിരുന്ന് ചെയ്യും. ചില കുട്ടികൾ ശരിക്കും 1:45 ആകുമ്പോഴേക്കും എന്നോട് വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ആ കുട്ടികളോട് ഞാൻ പറയും, വേഗം ഇപ്പം അയച്ചാൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് അയക്കാം. അതുകൊണ്ട് അങ്ങനെ കുറേ കുട്ടികൾക്ക് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം ഒന്നും നമ്മൾ നാളേക്ക് വെക്കരുതെന്നല്ലേ പറയുക. അപ്പോൾ ഇത് ഹാൻഡ് ചെയിൻ. ഇത് ആദ്യത്തെ നല്ല വൈറ്റ് സ്റ്റോൺസ് ആയിട്ട് ഒരു ഇത്തിരി ഹെവിയാണ്. രണ്ടാമത്തത് റൂബിയാണ്. അത് ഓൾറെഡി ഒരു മോൾ അത് എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വരുമ്പോഴേക്കും എനിക്ക് കുറേ കസ്റ്റമേഴ്സ് മുസ്ലിം കൾച്ചറിലുള്ളതുണ്ട് കേട്ടോ, കാസ്റ്റിലുള്ളതുണ്ട്. അപ്പോൾ അവരാണ് മെയിനായിട്ട് ഇങ്ങനെ ഇടുക. പിന്നെ ക്രിസ്ത്യൻസും ഇടുന്നുണ്ട്. ഹിന്ദുസിൽ ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഡിംപിളും ഡിവൈനൊക്കെ വല്ല ഫങ്ഷൻസിനൊക്കെ ഡിംപിൾ മിക്കവാറും വളയ്ക്ക് പകരം ഇങ്ങനെ ഒരു സിമ്പിൾ ഹാൻഡ് ചെയിനാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബ്രേസ്ലെറ്റ്സാണ് സൂഫിയുടെ. അപ്പോൾ സൂഫിയുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചതുരൻ കല്ലിനെയാണ് സൂഫി എന്ന് പറയുന്നത്. ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫുൾ വട്ടക്കണ്ണിയാണ്. അപ്പോൾ ഇനി ചെയിനായിട്ട് വേണമെങ്കിൽ നമ്മളത് ചെയിനായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ വട്ടക്കണ്ണി വരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് സൈസുകാർക്കും ഇടാവുന്നതാണ്. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ സൈസ് പറഞ്ഞു തരുകയാണ് ചെയ്യുക. അപ്പോൾ ഈ സൂഫിയുടെയിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ബാങ്കിൾ വരും, മൊത്തം കല്ലുള്ളത് വരും, സ്റ്റഡ് വരും, മോതിരം വരും, പിന്നെ കുട്ടി കുട്ടി ലോക്കറ്റുകൾ, അതായത് ഈ സ്ക്വയർ തന്നെ ലോക്കറ്റ്. അപ്പോൾ ഞാൻ അതെല്ലാതും എടുത്ത് വലിച്ചിട്ട് ഞാൻ കാണിക്കാൻ എടുത്തില്ല കേട്ടോ. ഇതിപ്പോൾ സൂഫിയുടെ വള ഒരു കുട്ടി ചോദിച്ചതാണ്. അപ്പോൾ അതിന് ഫുൾ സെറ്റ് വേണം ആ മോൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഫുൾ സെറ്റ് എടുത്തു. ഇത് ശരിക്കും വലിയ ലോക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലോക്കറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഈ ഒരൊറ്റ കല്ല് ഞാൻ എടുക്കുന്നതാണ് ഇതിൻ്റെ ലോക്കറ്റ് വരുന്നത്. ഇത് ലോക്കറ്റ് അടക്കമുള്ള ചെയിനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ സൂഫിയുടെ തന്നെ പച്ച, ചുവപ്പ്, കറുപ്പ്, നീല, റൂബി, അങ്ങനെ 5 കളറുണ്ട് കേട്ടോ സൂഫിയുടെ. അപ്പോൾ ഇത് ബ്രേസ്ലെറ്റ്സും ഉണ്ട്, വളയുണ്ട്, കമ്മലുണ്ട്, മോതിരമുണ്ട്, ഒക്കെ ഉണ്ട്, ലോക്കറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഇപ്പം ഞാനൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. മാലയും കമ്മലും മോതിരവും കൂടിയിട്ട് വളയും കൂടിയിട്ട് കേട്ടോ. ഈ നീളനെ എങ്ങനെയാണെന്ന് വെച്ചാൽ സൂഫിയുടെ ചതുരനിലെ വിട്ട് കുറച്ച് നീളനെ ഉള്ളതാണ്. അതിൻ്റെ മോതിരമുണ്ട്, നല്ല ഭംഗി അതിൻ്റെ മോതിരം കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഈ സെക്ഷനൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് കാരണം എൻ്റെ
ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഡ്രീം കളക്ഷൻസിൽ കണ്ടറിയാം. കുറേ മുമ്പ് തൊട്ട് തുടങ്ങിയിട്ടുള്ള ഫാഷനാണിത്. പക്ഷേ ഇപ്പോഴും സൂഫി സ്പ്ലിറ്റ് ബാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാഷൻ പോയിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ സൂഫി സ്റ്റോൺസാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പല കളേഴ്സ് കേട്ടോ. കണ്ടു, ബ്ലാക്ക്, റെഡ്, ഇനി റൂബി ഉണ്ട് കേട്ടോ. റൂബി കഴിഞ്ഞിരിക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന കളേഴ്സാണ് റൂബി, ബ്ലൂവും. ബ്ലൂ ഞാൻ പറഞ്ഞില്ലേ എന്താണെന്ന് എനിക്കറിയില്ല. ബ്ലൂ എന്തോ ഒരു ഭാഗ്യരത്ന കളറാണെന്നോ എന്തൊക്കെയോ പറഞ്ഞ് ബ്ലൂ ആണ് ഇപ്പോൾ കുറേ പേര് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ലവിൻ്റെ ഇതും വളയും കമ്മലും ഇത് തന്നെ കുഞ്ഞ് മാലയും ഉണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ എപ്പോഴെപ്പോഴും കാണിക്കണതല്ലേ. ഇതിപ്പോൾ ബ്ലൂ ആണ്. ബ്ലൂവിൻ്റെ മാലയും തന്നെ ലോക്കറ്റ് കൂടിയുള്ള മാലയാണ് കേട്ടോ. അത് സ്റ്റഡും. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ജോലിക്കാർക്ക് പോകുന്നവർക്ക്, ഇപ്പോൾ ടീച്ചേഴ്സിനായാലും ബാങ്ക് എംപ്ലോയീസിനായാലും സാധാരണ ജോലിക്ക് പോകുന്ന കുട്ടികൾക്ക് എന്നും മാറി മാറി ഇടുമ്പോൾ സിമ്പിളായിട്ട് പോകാൻ, എന്നാൽ ഏറ്റവും ഭംഗിയിൽ ഗോൾഡ് അല്ല എന്ന് പറയൂല. ഇപ്പോൾ ഗോൾഡ് ആണ് അല്ല എന്ന് പറഞ്ഞാലും വിരോധമില്ല. അതുപോലെ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലവിൽ തന്നെ 2 പാറ്റേൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പാറ്റേൺ വന്ന്, പിന്നെ മറ്റേതൊരു ഇത്തിരി കട്ടിപ്പണിയുള്ള സംഭവമാണ്. എല്ലാത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ പതുക്കെ ജാനുവരി 1 തൊട്ട് ഡ്രീം കളക്ഷൻസ് പതുക്കെ കെട്ടിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം ഞാൻ തന്നെയല്ലേ എഡിറ്റ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി അപാകതകളുണ്ടെങ്കിലും മക്കൾ ക്ഷമിക്കേണ്ടത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പതുക്കെ ഡ്രീം കളക്ഷൻസ് ചാനൽ എടുത്തുകൊണ്ടുവരും. എന്നിട്ട് ഇവിടെ ഞാൻ എന്താ വിചാരിച്ചേക്കണമെന്ന് വെച്ചാൽ, എന്നും നിങ്ങളോട് ഈ ദിവസവും ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കും ബോറടിച്ചു തുടങ്ങി. പിന്നെ അടുക്കളയിൽ ചെന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ പാറുണ്ട്, പിന്നെ ഡിംപിളും ഡിവൈനും ഉള്ളപ്പോൾ അവരും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ കിച്ചണിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ടോക്ക്, എന്തെങ്കിലും ഒരു സംഭവത്തിനെക്കുറിച്ച് കുറച്ച് നേരം സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നടക്കുമെന്നറിയില്ല. അങ്ങനെ ഉച്ചകാലത്ത് ഊണിൻ്റെ സമയമായി. ഇന്ന് വളരെ സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞു. കാരണം ഇന്നലെ ഹെവി ആയിരുന്നു ക്രിസ്മസ് പ്രമാണിച്ച്. അപ്പോൾ മോരുകറിയും കൂർക്കുപ്പേരിയും ചാള വറുത്തതും, വറുത്തതിൻ്റെ മുകളിലേക്ക് ഇവിടെ ഡാഡിക്ക് അങ്ങനെ ഇത്തിരി സവോള ഇടുന്നത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഇപ്പോഴത്തെ എൻ്റെ സുഖം എന്താണെന്ന് വെച്ചാൽ, കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ശരിക്ക് എന്നെ ഒരാൾ വന്ന് വിളിച്ച് തട്ടി ഉണർത്തിയാലേ ഞാൻ ഉണരണുള്ളൂ. അപ്പം എനിക്കെന്തോ അതൊരു ഭയങ്കര പേടിയായി തുടങ്ങി. അപ്പം ഞാൻ കുട്ടികളോടും പറഞ്ഞു, ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുമ്പോൾ എന്നെ ഉറങ്ങാൻ അനുവദിക്കായിക്കോ, ഇടയ്ക്ക് ഒന്ന് തട്ടി വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പായസം ഉണ്ടാക്കി. ഡാഡിയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കണ്ടേ, എൻ്റെ വക എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ പായസം ഉണ്ടാക്കി. തോമൂനും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാൻ കിച്ചൺ ട്രഷേഴ്സിൻ്റെ നമ്മളുടെ റെഡിമെയ്ഡ് പേര് കിട്ടുന്നില്ല, അതായത് റെഡി ടു കുക്ക് എന്നുള്ള സംഭവമാണ്. ഞാൻ എപ്പോഴും അത് തന്നെയാണ് വാങ്ങിക്കുക. ഞാൻ ഇപ്പോൾ റിലയൻസിലാണ് എവിടെയാണ് പോകണേന്ന് വെച്ചാൽ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാനത് 2 വാങ്ങി വെക്കും. എപ്പോഴാണ് നമുക്ക് കഴിക്കാൻ തോന്നണതെന്ന് വെച്ചാൽ അപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഉച്ച തിരിഞ്ഞതേ ഡിവൈനും ഡോണും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോയി പുൽക്കൂടും കാര്യങ്ങളൊക്കെ കുട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു നേരത്തോടെ പട്ടികളുടെ കാര്യങ്ങളും കഴിച്ചു വെച്ചാൽ അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ. ഇറച്ചി ഞാൻ വാങ്ങിക്കൊണ്ടുവരിക, കുഞ്ഞേ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഡിവൈൻ വെട്ടിക്കൊണ്ടുവരിക. അതായത് നമ്മുടെ നല്ല ഇറച്ചി ഉണ്ടല്ലോ, അത് തന്നെ സാധനം, അതിങ്ങനെ കുഞ്ഞേ കഷ്ണങ്ങളാക്കിയിട്ട് കൊണ്ടുവരുന്നു മാത്രം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ കെട്ടിയിട്ടിട്ടില്ല, അവരെ ഞാൻ അഴിച്ചിട്ടേക്കുക. ഇവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൈഡിലേക്ക് ഇടാണ്ടാവുമ്പോൾ ഉള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ പല്ലി, അരണ, പൂച്ച ഒക്കെ ഈ സൈഡിൽ നടക്കും. ഇവരുള്ളപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരാരും ഈ പ്രദേശത്ത് ഉണ്ടാവില്ല. 3 ആൾ ഓടി നടക്കുമ്പോൾ അവരാരും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഒരു അരണ ബക്കറ്റിൻ്റെ ഉള്ളിൽ കണ്ടു. അപ്പോൾ നോക്കിയപ്പോൾ അത് ശരിയാവില്ല എന്ന് വെച്ചിട്ട് ഇവരെ അഴിച്ചിട്ടു. അതിൻ്റെ കോലാഹലമാണ് ഈ കേൾക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിൽ നിന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുക. അപ്പോൾ ജനല തുറന്നിട്ടുമുണ്ട്. അപ്പോൾ തുറന്നതിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം, വന്ന പ്രശ്നങ്ങൾ. അങ്ങനെ ഇവർ വന്നതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ ചടങ്ങ് അങ്ങടെ തീർക്കാമെന്ന് വെച്ചു. അപ്പോൾ ഡിംപിളിനെ വീഡിയോ കോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഡിംപിളും ഹാൻസിനും മാത്തനും ലവ്വിയൊക്കെ കൂടെ സിനിമയ്ക്ക് പോയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരെ വിളിച്ചിട്ട് കാര്യമില്ല, വെറുതെ ശല്യപ്പെടുത്തണ്ട. അപ്പോൾ കുട്ടി വിളിച്ചു, ഞങ്ങളിതാ പോവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇത് ഇന്നലെ അക്കി റോസൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്ന പുഡിങ് കേക്കാണ് കേട്ടോ.
നല്ല സൂപ്പർ ടേസ്റ്റ്. കാരണം അതിൽ ഫുൾ ആൽമണ്ട്സും നട്ട്സും മാത്രമാണ് കേട്ടോ. നമ്മൾ മുകളിൽ കാണുമ്പോൾ വിചാരിക്കും അതാണ്, അത് എവിടത്തെയാണെന്ന് പറഞ്ഞാൽ ഹോണസ്റ്റിലത്തെയാന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ് പുഡിംഗ് കേക്ക്. അപ്പോൾ ഡാഡി ക്യാൻഡിൽ ഊതി കിടത്താൻ മറന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യാൻ നിന്നത്. അപ്പോൾ സംഭവം ഒരു കൂട്ടർ പറയുന്നുണ്ട് അങ്ങനെ ഊതി കിടത്താൻ പാടില്ല എന്ന്. പക്ഷെ നമ്മൾ പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ളത് അതാണ്. എന്തോ ഇന്ന് ഡാഡി ഊതി കിടത്താൻ മറന്നിട്ട് കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് ആദ്യം തന്നു. പക്ഷേ എനിക്ക് ഡാഡിക്കാണ് ആദ്യം കൊടുക്കണ്ടേ. എന്നാലും എന്താ പറയുക, ഇതിലിപ്പോൾ കാര്യങ്ങളൊന്നുമില്ലല്ലോ. നമ്മൾ ഇഷ്ടം കൊണ്ടായിരിക്കാം ആദ്യം മുറിച്ച വഴിക്ക് എനിക്ക് കിട്ടി. അങ്ങനെ കുറേ വർഷം എൻ്റെ കണ്ണടയും വരെ എനിക്കിതുപോലെ എല്ലാ ബർത്ത്ഡേക്കും കേക്ക് കിട്ടണം എന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ ആകെ ആഗ്രഹിച്ചത്. കാരണം നമുക്ക് എന്താ പറയുക, എങ്ങനെ വന്നാലും നമ്മളുടെ ഒരു ഭാഗമാണ്. എൻ്റെ എല്ലാ ശക്തിയും ഈ നമുക്ക് എല്ലാവർക്കും അങ്ങനെ കേട്ടോ. നമ്മുടെ ഭർത്താക്കന്മാർ കൂടെ ഉള്ളപ്പോഴത്തെ ആ ഒരു ഫലം ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നമ്മളത് മനസ്സിലത് എപ്പോഴും കണക്ക് കൂട്ടിയിട്ടാണ് നിൽക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ മനസ്സിലത് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുക. ഇത് നമ്മുടെ പാറുവിനുള്ള ഭക്ഷണം ഡിവൈൻ എടുത്തതാട്ടോ. ഫസ്റ്റ് ഞങ്ങൾ പാറുവിനാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ. അപ്പോൾ തോമു വരുമ്പോഴേക്കും കിടന്നുറങ്ങി. ഇപ്പോൾ ചാക്കോച്ചൻ ദേ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പം ഞങ്ങൾ പതുക്കെ ഒരേ വർത്തമാനങ്ങളും പറഞ്ഞ് ആദ്യമായിട്ടാണ് അങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഡിമ്പിളിനോട് ഞാൻ പറഞ്ഞു മറക്കാണ്ട് എൻ്റെ മോള് പോകണം. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു 6ാമത്തെ ആഴ്ച അങ്ങോട്ട് ആയി തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിശ്വാസത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്, ഇന്ന് 6ാമത്തെ ആഴ്ച ആയപ്പോഴേക്കും അവൾ എന്താണോ ആഗ്രഹിച്ചത് അതിൻ്റെ ഒരു 75% കാര്യം നടന്നു. അപ്പോൾ അതെന്താണ് ഏതാണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കാൻ നോക്കിയപ്പോഴാണ് ഒരു ചെറിയൊരു മണം വരുന്നു. എന്താണ് ഈ ഉണക്കമീൻ്റെ മണം എന്ന് വെച്ചിട്ട് ഡാഡി ഒന്ന് നോക്കിയപ്പോഴാണ് ഓവൻ്റെ പിന്നിൽ നമ്മൾ ജനൽ തുറന്നിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് ഇവിടെ എലി കയറിയിട്ട് ചെയ്ത പണിയാണ്. ഓവൻ്റെ പിന്നിൽ മുള്ളും പിന്നെ അതും ഇതൊക്കെ. അപ്പോൾ ആ മുള്ളിൻ്റെ മണമാണ്, ഒരു ഉണക്കമീൻ്റെ മണം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സംഭവം അപ്പോൾ തന്നെ ഡാഡി ക്ലീൻ ചെയ്തു. കാരണം പിന്നേക്ക് വെച്ചാൽ ശരിയാവില്ല. ഇന്നും ജനല തുറന്നിട്ടുണ്ട്, പക്ഷേ എലി പോയിന്ന് തോന്നുന്നുണ്ട്. ഞാൻ പിറ്റേ ദിവസം ഒരു കേക്ക് റാറ്റ് കേക്ക് എന്ന് പറഞ്ഞൊരു കേക്ക് എനിക്ക് മറ്റേ ഇവിടെ നിന്ന് ബെസ്റ്റ് ട്രേഡേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ കാണാനേ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കഴിച്ചിട്ട് എവിടെയെങ്കിലും കെടുക്കേ എന്നിട്ടെങ്കിലും ആയിരിക്കും. എന്തായാലും എലിയുടെ ശല്യം ഇപ്പം ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ആ ഒരു മണം വന്ന കാരണം ആ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ എപ്പോഴും പറയണത് അതാണ്, നമ്മളുടെ വീട്ടിൽ എത്ര ആൾ പണിക്ക് വന്നാലും അല്ലെങ്കിൽ എത്ര പേര് ഇപ്പോൾ ഡിമ്പിളോ ഡിവൈനോ ആരൊക്കെ ഉണ്ടായാലും നമ്മളുടെ കണ്ണെത്തേണ്ട കൊടുത്ത് നമ്മൾ നോക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെ ഒരേ ഭാഗം ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, ചില കുട്ടികളോട് ചോദിക്കുമ്പോൾ ഒരു പണിയില്ല വീട്ടിലെന്ന് പറയും. പക്ഷേ ഈ ഒരു പണിയില്ലാത്തത് വെപ്പ് മാത്രമുള്ളപ്പോഴാണ് ഈ പണി ഒന്നും ഇല്ലാണ്ടിരിക്കുക. ചോറുണ്ണ, അലക്കുക, കിടന്നുറങ്ങുക, അങ്ങനെ വരുമ്പോൾ പണികളുണ്ടാവില്ല. എൻ്റെ അകം കിടക്കണമുണ്ടോ, എൻ്റെ തേക്കണ മേശയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളത് വളരെ ക്ലീനായി കിടക്കണത്. പക്ഷേ എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല, കുറച്ച് ദിവസം എപ്പോഴും തല ചുറ്റുക. അപ്പോൾ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ പ്രഷർ ഇത്തിരി ലോ ആയിരുന്നു. അപ്പോൾ ഞാൻ വേഗം അക്കീനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ വേഗം കുറച്ച് ഒന്നെങ്കിൽ ഒരു അച്ചാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പിട്ടിട്ട് കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വേഗം സോഡ ഉപ്പിട്ടിട്ട് കഴിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയ പ്രശ്നങ്ങളുള്ള കാരണം എനിക്ക് ഒതുക്കാനൊക്കെ ആയിട്ട് വയ്യ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ ഡോൺ പറഞ്ഞ ഒരു ഗ്ലാസ് ചായ വേണമെന്ന്. അവന് അങ്ങനത്തെയൊക്കെ സുലൈമാനിയൊക്കെ കഴിക്കൽ ഇത്തിരി കൂടുതലാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇന്ന് അവന് വെറൈറ്റി ആയിട്ട് റോസ് പെറ്റൽസ് ഇട്ടിട്ടുള്ള ടീ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1-2 പേര് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇതാണ് റോസ് പെറ്റൽസ് ഇട്ടിട്ടുള്ള ടീ. ഇങ്ങനെയാണ് വരിക കേട്ടോ. ഭയങ്കര ടേസ്റ്റും ഭയങ്കര മണമാണ്. ആ റോസിൻ്റെ ഇതിൽ നമ്മൾ മറ്റേ ഇതിൻ്റെ എസൻസൊക്കെ കാണില്ലേ, അതിൻ്റെ മണം. പക്ഷേ ഇത് എസൻസ് ഒന്നുമല്ല, കറക്റ്റ് ഒറിജിനൽ പെറ്റൽസ് ഉണക്കിയിട്ടുള്ളതാണ്. അത് ചായപ്പൊടിയിൽ ഇട്ടിട്ട് വരണതാണ്. അപ്പോൾ ആദ്യം എനിക്ക് ലതയാണ് കൊണ്ടു തന്നത്. അത് കഴിഞ്ഞ് ഞാനത് ഒരു വട്ടം കൂടി എനിക്ക് കിട്ടി. ഇനിയിപ്പോൾ അത് കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പം ഞാൻ ഡോണിനോട് പറഞ്ഞു, നീ കുറച്ച് റോസാപ്പൂ കൊണ്ടുവന്നാൽ ഞാനത് ഉണക്കി ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഏറ്റവും ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ എല്ലാവരും എന്നും പറയുന്ന പോലെ ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഡിമ്പിൾ വൈകുന്നേരം വരും. ആൻസനൊക്കെ കൂടെ വന്നതിന് ശേഷം ഞങ്ങൾ ഡാഡിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞങ്ങളുടെ 3 പേരുടെ ആരുടെയെങ്കിലും ഒരു ചാനലിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് വിഷ് ചെയ്ത എല്ലാവർക്കും അങ്കിളിന് വേണ്ടിയിട്ട് ഞാൻ താങ്ക്സ് പറയുന്നു. അങ്കിൾ കിടന്നു, അല്ലെങ്കിൽ ഞാൻ അങ്കിളിനെ കൊണ്ട് ഒരു ചെറിയ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്.
നാളെ ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.